ചില കാര്യങ്ങളിൽ നമ്മൾ പുലർത്തുന്ന നിസ്സംഗത ഭാവിയിലെ വലിയ ദുരിതങ്ങൾക്ക് കാരണമായേക്കാം. നടപ്പുകാലത്തിന്റെ പരിസരങ്ങളിൽ കേൾക്കുന്ന പുലിഗർജനങ്ങളെ കരുതിയിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണിത്. ഇനി നാടകത്തിലേക്ക്. ഇടയനും വേട്ടക്കാരനും. അഭിനയിക്കുന്നവർ ജയരാജ് കെ.എം, വിജേഷ് മൊയ്പോത്ത്, പി ദിനേശൻ, ബഗേഷ് കെ, സുനന്ദാലയം സുരേഷ്, സുരേഷ് ബാബു കക്രമുക്ക്, സതീശൻ സൗപർണിക, ജ്യോതിഷ് EP. പശ്ചാത്തല സംഗീതം റെക്കോർഡിംഗ് റികേഷ് തപസ്യ. അവതരണം M. സത്യൻ ഗ്രന്ഥാലയം കലാ സാംസ്കാരിക വേദി. രചന സംവിധാനം ആംസിസ് മുഹമ്മദ്. ആശാനെ, കഥ ബാക്കി പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ചന്ദ്രപ്പനാശാനെ, എന്താ ഒന്നും മിണ്ടാത്തത്? വല്ലാത്തൊരു സ്ഥലത്താണല്ലോ ആശാനെ കഥ കൊണ്ട് നിർത്തിയത്. ബാക്കി എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞമ്മക്ക് ഉറക്കം പോകും.
കറുപ്പന്റെ കുടിലിലേക്കാ പുലി ആദ്യം കയറിയത്. കറുപ്പന്റെ മകൻ വേലുവിന്റെ കഴുത്തിന് കടിച്ച് പുറത്തേക്ക് കൊണ്ടിട്ടു. പിന്നീട് ഓരോരോ കുടിലിലേക്കും ഊരില് മുഴുവൻ പുലിയുടെ തേർവാഴ്ചയായിരുന്നു. മുഴുവൻ മനുഷ്യന്റെ ചോര തളം കെട്ടിക്കിടന്നു. പിന്നീടും പലതവണ പുലിപ്പറമ്പിൽ പുലി വന്നു. ഒരുപാട് പേരെ കൊന്നു. ആരും പുറത്തിറങ്ങാതെയായി. എന്നിട്ട് പുലിയെ തുരത്താൻ പല വഴികളും നോക്കി. പ്രാർത്ഥനയും ഹോമവും നടത്തി. ആടുകളെ കുരുതി കൊടുത്തു. എന്തു ഫലം? നാട് മുഴുവൻ 2 ആണ്ട് പുലിവാഴ്ച തുടർന്നു. ഒടുവിൽ സഹികെട്ട മനുഷ്യർ ഒന്നിച്ചു നിന്നു, സംഘടിച്ചു. ഭാരിക്കുന്തങ്ങളും മഴവുമെടുത്ത് പുലിക്ക് നേരെ തിരിഞ്ഞു. അല്ല ആശാനെ, ഉള്ളത് തന്നെയാണോ ഇതൊക്കെ? നിനക്ക് സംശയമുണ്ടല്ലേ? അതിന് നിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അല്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നൊരു ശങ്ക. ഇന്നിന്റെ സുരക്ഷിതത്വത്തിൽ കഴിയുമ്പോ പഴയതെല്ലാവരും അങ്ങ് മറക്കും. ചരിത്രത്തിലെ ശത്രുക്കൾ മിത്രങ്ങളും മിത്രങ്ങൾ ശത്രുക്കളുമാവും. മനുഷ്യൻ അങ്ങനെയാ. ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഒരു കാലത്ത് തുരത്തി ഓടിച്ചു എന്ന് പറയുന്ന പുലി വീണ്ടും ഈ ദേശത്ത് വന്നു എന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? കൗസല്യല്ലേ പറഞ്ഞത്, ഓള മുറ്റത്തൂടെ പുലി നടന്നു പോകുന്ന ഓള് കണ്ടിക്കീന്ന്. അത് ചിലപ്പോ ഒക്കെ തോന്നിയതായിരിക്കും. പുലി ഇറങ്ങാനുള്ള സാഹചര്യം ഇപ്പൊ നമ്മുടെ നാട്ടിലില്ല. ആര് പറഞ്ഞു ഇല്ലെന്ന്? ചുറ്റുമൊന്ന് കണ്ണു തുറന്ന് നോക്ക്. നമ്മൾ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് പുലിക്ക് വേണ്ട സൗകര്യങ്ങൾ. നമ്മളോ? മനസ്സിലായില്ല. താമസിയാതെ എല്ലാവർക്കും എല്ലാം അങ്ങ് മനസ്സിലാവും. കൂട്ടം തെറ്റി അങ്ങോട്ടും പോകരുതിട്ടോ. വേഗം വേണ്ടത് അത്രയും തിന്നാളണം. ഇനി പറയാൻ നോക്ക, ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടല്ലോ സോനു. അവര് പറയുന്നത് എനിക്കും മനസ്സിലാവും. അതെന്തായാലും നന്നായി. എടാ സോനുവേ, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നിന്റെ ആടുകളെ പുലി പിടിക്കാതെ നോക്കിക്കോണം. ഇഞ്ഞെന്താടെ ചിരിക്കുന്നേ? ആശാൻ പറയുന്നേ കേട്ടിട്ട് എനിക്കൊരു ബേജാറുമില്ലേ? എനിക്കെന്ത് ബേജാറ്? എത്ര കാലായി ഞാൻ എന്റെ ആടുകളെ പുലിപ്പറമ്പിൽ മേക്കാൻ വിടുന്ന്. പുലി പോയിട്ട് ഒരു എലിയെ പോലും ഞാനിവിടെ കണ്ടിട്ടില്ല. അതാ ഞാനും പറയുന്നത്. വെറുതെ മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ ആരൊക്കെയോ പറഞ്ഞു വരുത്തുന്നതാ ഈ പുലിക്കഥ. ഇവന്റെ വർത്താനൊന്നും ഇഞ്ഞി നോക്കണ്ടേ? ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കുഞ്ഞിക്കോയെ, ഇഞ്ഞി വെറുതെ അവനെ പേടിപ്പിക്കണ്ട. ഒന്ന് സൂക്ഷിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? നിങ്ങൾ അനാവശ്യമായ ആളുകളിൽ ഭയം ഉണ്ടാക്കുകയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നല്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞ് ഇവിടെ പുലി വരൂലെന്ന്. പുലി വല്ല ഉറപ്പ് നിനക്ക് കാണിക്കണ്ട. പുലി വരൂന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്തിനാ നിങ്ങൾ തമ്മിൽ തർക്കിക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധ്യവുമുണ്ടോ? വെറുതെ മനുഷ്യന്മാരെ പേടിപ്പിക്കുക. പുലീനെ പലരും കണ്ടു എന്ന് പറയുമ്പോ നമ്മളൊന്ന് സൂക്ഷിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ഓനെന്തിനാ ഇത്ര കുഴപ്പമുണ്ടാക്കുന്നത്?
ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ ബഹളം കൂട്ടുന്നത്? ദേ കുഞ്ഞിപ്പെണ്ണേ, അല്ലെങ്കിൽ നീ ഒരു വയക്കാളിയാ. വേണ്ടാട്ടോ, നിന്റെ അഭ്യാസം വേണ്ട. ഇഷ്ടം പോലെ പുല്ലുണ്ടല്ലോ അവിടെ, അത് വയറ് നിറച്ച് തിന്നാ പോരെ. പിന്നെന്തിനാ ഇങ്ങനെ ബഹളം വെച്ച് എന്റെ സ്വപ്നം കളയുന്നത്? ചെറുക്ക, നിന്നെ തന്നെ. എത്ര ആടുകളുണ്ടോ നിനക്ക്? 10-60 എണ്ണം കാണും. എന്താടാ, കൃത്യമായ കണക്കില്ലേ? കിടാങ്ങളൊക്കെ കൂട്ടിയ ഒരു 65. ഒന്നിൽ തുടങ്ങി ഇപ്പോ 65. നിന്റെ കച്ചവടം അങ്ങ് വളർന്നല്ലടാ. ആ പിന്നെ കൂട്ടത്തിൽ മുഴുത്തൊരു മുട്ടനാടിനെ എനിക്ക് വേണം. എന്തിന്? ചുട്ടു തിന്നാൻ. പറയുന്നത് അനുസരിക്കടാ. ഇല്ല, എന്റെ ആടിന് ഞാൻ തരില്ല. തരില്ലേ? എന്റെ മുഖത്ത് നോക്കി തരില്ലെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ നിനക്ക്? ഉണ്ടോന്ന്? അത് പിന്നെ ഞാൻ ഈ നാടിന്റെ പേരെന്താണെന്ന് അറിയാലോ നിനക്ക്? പുലിപ്പറമ്പ്. ഇന്ന് ഇവിടുത്തെ പുലി ഞാനാ. വേണ്ട വേണ്ട, എന്റെ ആടിനെ കൊണ്ടുപോകരുത്. മാറി നിക്കടാ, മാറാ. എന്തു പറ്റിയടാ? എന്റെ ഒരാടിനെ അയാള് പിടിച്ചോണ്ട് പോയി. ആര്? ആ ശിവരാജൻ. അവനാ ഇപ്പൊ പുലിപ്പറമ്പിന്റെ അധികാരി. മറ്റുള്ളവരുടെ ജീവിതം കവർന്നെടുക്കാൻ ആരാ ആശാന ഇവൻ അധികാരം കൊടുത്തത്? ചിലർ അങ്ങനെയാടാ, സ്വയം അധികാരമെടുത്തണിയും. എന്നിട്ട് ദയാരഹിതമായി പാവങ്ങൾക്കുമേൽ ഭരണം നടത്തും. എന്നാലും എന്റെ ആട് ഞാൻ എന്റെ മക്കളെ പോലെ വളർത്തുന്നതാ. ചീത്തകാലത്തിന്റെ അഴുക്കു ഭക്ഷിച്ചു വളരുന്ന പന്നിയാവൻ. മറ്റൊരു കരുത്തൻ അവനെ ജയിക്കാൻ വരുന്ന കാലത്തോളം പണ്ടത്തെ പുലിയെ പോലെ അവൻ ഈ പുലിപ്പറമ്പിൽ അട്ടഹസിച്ച് നടക്കും. പക്ഷേ സോനുവേ, ഇതൊന്നും അധിക കാലം നീണ്ടു നിൽക്കില്ല. ചരിത്രം അങ്ങനെയാ. നീ സമാധാനമായിരിക്കും. ആശാനെ, ഇത് നിങ്ങൾ കഴിച്ചോ? ഇത് നിനക്ക് വിശപ്പിനുള്ള അന്നമല്ലടാ. പക്ഷേ എനിക്കിത് ഇറങ്ങില്ല ആശാനെ. എന്നാ നീ ഇരിക്കേ, നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാം. ഇരിക്കടാ. കോവിലിൽ ചെന്നാൽ പൂജാരി കുറച്ച് പഴവും അവിലൊക്കെ തരും. അതിനു വേണ്ടി ഇറങ്ങിയതായിരുന്നു ഞാൻ. ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പോകണ്ടല്ലോ.
വൈകുന്നേരം ആവുമ്പോ ആൾത്തിറക്കൽ കുട്ടികൾ കോൽക്കളി പഠിക്കാൻ വരും. ഇനി അവർക്ക് 2 ചുവട് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികളോടൊപ്പം ചുവട് വെച്ച് കളിക്കുമ്പോ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരും. ഓർമ്മകൾ നശിക്കാതെ സൂക്ഷിക്കണല്ലോ. ഇന്നലകൾ മറന്നു പോകുമ്പോഴാ പലരും ഇവിടെ പുലിവേഷമാടുന്നത്. അയ്യോ പുലി പുലി ഓടി വരണേ, പുലി ഇറങ്ങിയേ, അയ്യോ പുലി ഇറങ്ങിയേ, അയ്യോ ഓടി വരണേ, ഓടി വരണേ, പുലി പുലി. എന്നതാടാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? ചേട്ടാ ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട്. പുലിയോ? എന്നിട്ടെവിടെ? ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു, ആടുകളുടെ ബഹളം കേട്ട് ഞാൻ നോക്കിയപ്പോ ദാ അവിടെ ആ കുറ്റിക്കാട്ടില്. വെറുതെ പുളുവടിക്കാതെ പോടാ ചക്ക. ഞാൻ പറയുന്നത് സത്യ, ഞാൻ കണ്ടതാ. അല്ല മോനെ, നേരി തന്നെയാണോ ഇനി പറയുന്നത്? ഞാൻ എന്തിനാ നിങ്ങളോടൊക്കെ കളവ് പറയുന്നത്? ഇവിടെ പുലി വരാനുള്ള ഒരു ചാൻസും ഇല്ല. അതെ അതെ, ഇവന് ചിലപ്പോ തോന്നിയതാവും. നീ ഇന്നും സ്വപ്നം കണ്ടു അല്ലേ? നിങ്ങൾക്ക് കേൾക്കണോ? കുറച്ച് ദിവസം മുമ്പ് ഇവ എന്നോട് പറയാണ്, ആടുകളെ മേക്കാൻ വിട്ട് ഇവനിവിടെ ഇവന്റെ ഊത്തുകോര് മോതി ഇരിക്കുമത്രേ. അപ്പോ ഇവനൊരു മാലാകയെ സ്വപ്നം കാണാറുണ്ടെന്ന്. ഇന്നെന്താടാ ചെറുക്ക, സ്വപ്നത്തിൽ നിന്ന് മാലാക പോയി പുലി വന്നോ? പുലിയെ ഞാൻ ശരിക്കും കണ്ടതാ. നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് നോക്കിയാലോ? ഇനി അഥവാ പുലിയെങ്ങാനും ഉണ്ടെങ്കിലോ? അതിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. കുറച്ചു മുമ്പ് ഞാൻ ഇതുവഴി പോയതല്ലേ. പുലി പോയിട്ട് ഒരു എലിയെ പോലും ഞാനിവിടെ ഒന്നും കണ്ടിട്ടില്ല. പുലി ഉണ്ടായിരുന്നു പണ്ട്. അന്ന് പുലികളെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോ നാട്ടുകാര് സംഘടിച്ച് ഓടിച്ചു വിട്ടതാ. പിന്നെ പുലികളെല്ലാം കൂടി നദി കടന്ന് അക്കരേക്ക് പോയി. അതിൽ പിന്നെ പുലികളെ കൊണ്ടുള്ള ശല്യം നാട്ടിലുണ്ടായിട്ടില്ല. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. പുലിയൊന്നുമില്ലെങ്കിലും ഇപ്പോഴും നാടിന്റെ പേര് പുലിപ്പറമ്പ് എന്നല്ലേ? അത് നമുക്കൊരു അഭിമാനമല്ലേ? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്ക്. ഈ പുലിപ്പറമ്പില് പുലി ഇറങ്ങിയിട്ടുണ്ട്. പുലി പുലി എന്ന് പറഞ്ഞ് നീ നാട്ടുകാരെ പഠിപ്പിക്കാൻ നോക്കുന്നോ? ഞാനാ പറയുന്നത്, ഇവിടെ പുലിയൊന്നും വരത്തില്ല. അല്ല, ഇഞ്ഞി കണ്ടു എന്ന് പറയുന്ന പുലിക്കെന്താ നിറോ? മഞ്ഞ. എന്നാ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നീ പുലിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇഞ്ഞി കണ്ട പുലിക്ക് കൊമ്പുണ്ടോ? വലിയ മീശയുണ്ടോ? പേറ്റ പല്ലുണ്ടോ? നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? അല്ല മോനെ, ഇനി അതിനെ മുഴുവനായിട്ടും കണ്ടിക്ക. ആദ്യം തല മാത്രമേ കണ്ടുള്ളൂ. പിന്നെ അത് കുറ്റിക്കാടിനുള്ളിലൂടെ അങ്ങോട്ട് പോയി. പിന്നെ അതിന്റെ വാല് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്താടാ നീ കണ്ട പുലിക്ക് ഉടലില്ലേ?
ജോർജ് പറഞ്ഞതുപോലെ യവൻ സ്വപ്നം കണ്ടത് തന്നെയാ. ഞാൻ കണ്ടത് പുലിയെ തന്നെയാ, നേരിട്ട് തന്നെയാ കണ്ടത്. അല്ല, ഇവൻ ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോ ഒന്ന് ഇവിടെയൊക്കെ നോക്കുന്നതല്ലേ നല്ലത്. വല്ല മാളത്തിലോ കയറി ഒളിച്ചിട്ടുണ്ടെങ്കിലോ? ഉണ്ടാവും, മാളത്തിൽ ഒളിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് പുലിയായിരിക്കില്ല, എലിയാവും. പുലി എവിടേക്കും വരും. നാട്ടിലിപ്പോ അതിനുള്ള എല്ലാ സാഹചര്യമുണ്ട്. പുലി വരണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരും നമ്മുടെ നാട്ടിലുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പുലി ഇറങ്ങിയാൽ എല്ലാം അത് നശിപ്പിക്കും. ആടുമാടുകളെ മാത്രമല്ല, മനുഷ്യനെയും കൊന്നു തീർക്കും. അങ്ങനെയാണെങ്കിൽ പുലിയെ പിടിക്കാൻ നമുക്ക് ആ പുലിമുരുകനെ ഏർപ്പാടാക്കിയാലോ? ഏത് പുലിമുരുകൻ? പുലിമുരുകൻ അറിയത്തില്ലയോ? നമ്മുടെ സിനിമയിലെന്ന് മനസ്സിലായില്ലയോ? ഒന്ന് നിർത്ത്, എനിക്കാകെ പേടിയാകുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്ക്. നിന്റെ ഈ പൊഴിവാക്ക് കേട്ട് പേടിത്തൂറികളാകാൻ ഞങ്ങളെ കിട്ടില്ല. വാക്ക് പൊഴിയാണോ എന്ന് വിധിയെഴുതാൻ വരട്ടെ. സത്യം പറയടാ, നീ പുലിനെ കണ്ടോ? ഈ നാട്ടുകാരെ പേടിപ്പിക്കാൻ മനപ്പുറം ഉണ്ടാക്കിയ കഥയല്ലേ ഇത്? സത്യം പറഞ്ഞോ? പണ്ടത്തെ ആട്ടിടയനെ പോലെ ഇല്ലാത്ത പുലി ഉണ്ടെന്ന് പറഞ്ഞ് നീ ഞങ്ങളെ പറ്റിക്കുന്നതല്ലേ? കുറച്ചു മുമ്പ് ഞാനൊരു ആടിനെ കൊണ്ടുപോയത് അറിയാലോ. അതിപ്പോ അടുപ്പത്ത് തിളയ്ക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞില്ലെങ്കിൽ മറ്റൊന്നിന്റെ കൂടെ കഴുത്ത് ഞാൻ അറക്കും. ഉണ്ടോ ഇവിടെ പുലിയുണ്ടോ? ഇല്ല ഇല്ല, ഇവിടെ പുലി വന്നിട്ടില്ല. എന്റെ ആടുകളെ ഒന്നും ചെയ്യരുത്. ഞാൻ പുലിയെ കണ്ടിട്ടില്ല. ഞാനൊരു സ്വപ്നം കണ്ടതായിരിക്കും. കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. ഇനിയും ഇതുപോലെ വല്ല അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അവന്റെ ഒരു സ്വപ്നം. കപ്പയ്ക്ക് തടമെടുക്കുമ്പോഴാ ഇവരെ നിലവിളി കേട്ടത്. വെറുതെ സമയം മനക്കെടുത്താൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശരിക്കും ഇവിടെ എന്താ ഉണ്ടായത്? നീ കണ്ടത് യഥാർത്ഥത്തിലുള്ള പുലിയാണോ അതോ സ്വപ്നത്തിലെ പുലിയാണോ? ഞാൻ സ്വപ്നം കണ്ടതല്ല. ശരിക്കും ഇവിടെ പുലിയുണ്ട്. എന്നിട്ട് ഞാൻ എന്തിനാ പിന്നെ മാറ്റി പറഞ്ഞേ? ആളുകൾ സത്യം വിശ്വസിക്കാത്ത ഒരു കാലത്ത് ഞാൻ എന്ത് പറഞ്ഞിട്ടെന്താ? നീ അങ്ങനെ പറഞ്ഞത് നന്നായി. അല്ലെങ്കിൽ ചിലപ്പോ നഷ്ടം നിനക്ക് തന്നെ ആവുമായിരുന്നു. അപ്പോ ഇവിടെ പുലിണ്ടാ? ഉണ്ട്. എന്നിട്ടാണോ നമ്മളിവിടെ നിൽക്കുന്നേ? തടിയുണ്ടെങ്കിൽ നയിച്ചെങ്കിൽ തിന്ന. ഞാൻ പോവുക. സോനുവേ, ആടുകളെയും തെളിച്ച് നീയും പോയിക്കോ. മനുഷ്യർ നിസ്സംഗരായിരിക്കുന്ന കാലത്ത് പുലി വരിക തന്നെ ചെയ്യും. അതിന്റെ എല്ലാ രൗദ്രഭാവങ്ങളോടെയും ഇവിടെ ആടിത്തിമിർക്കും. തടഞ്ഞു നിർത്തണമെങ്കിൽ ഒരുപാട് ചോര ചിന്തേണ്ടി വരും. ആടിയിറങ്ങാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ഇനി എന്റെ ഊഴമാണ്.
കല്ലും നഖവുമാണ് എന്റെ ആയുധം. ചില വിഡ്ഢികളൊക്കെ വിചാരിക്കുന്നത് ഇവിടെ പുലി ഇറങ്ങില്ലെന്ന. പുലി വരാതിരിക്കാൻ പണ്ട് കെട്ടിയ വേലികളൊക്കെ തുരുമ്പിച്ചു പോയിരിക്കുന്നു. എന്നെ ഭയപ്പെടുത്തിയ ശബ്ദങ്ങൾ നിലച്ചിരിക്കുന്നു. ഇനി എന്റെ നാളുകളാ, ഇനി എന്റെ നാളുകളാ. ആശാനെ, വഴിയിലെങ്ങാൻ പുലി ഒളിഞ്ഞിരിപ്പുണ്ടാവോ? വഴിയിലല്ലടോ, മനുഷ്യന്മാരുടെ മനസ്സിൽ തന്നെയാ ഇപ്പോ പുലി ഒളിഞ്ഞിരിക്കുന്നത്. കാട്ടുപന്നികളുടെ ശല്യം കൊണ്ട് കൃഷിയൊക്കെ ഒരു വൈക്കായി. ഇപ്പോ പുലി പുലിയെന്നും പറഞ്ഞ് മനുഷ്യന്മാരും പല വൈക്കായി. അത് നേരാ. എന്തൊക്കെയാ ആശാനെ ഈ നാട്ടിൽ സംഭവിക്കുന്നത്? സംഭവിക്കാനുള്ളതെല്ലാം സംഭവിക്കും. ഒന്ന് വേഗം നടക്കാൻ നോക്ക്. ആരും കേൾക്കുന്നില്ലല്ലോ. എന്റെ ആടുകളെ മുഴുവൻ പുലി കൊന്നു തിന്നും. സോനുവേ, സോനുവേ, ഞാൻ കണ്ടടാ. നിന്റെ ഒരാടിനെയും കടിച്ചു വലിച്ച് പുലി പോകുന്നത് ഞാൻ കണ്ടടാ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോ നിങ്ങളൊക്കെ എന്നെ പരിഹസിക്കുകയായിരുന്നില്ലേ? അന്ന് എനിക്കും വിശ്വാസമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ ജീവിതമാ ഇപ്പൊ പുലി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിന്റേതാണെങ്കിൽ നാളെ മറ്റുള്ളവരുടേത്. അങ്ങനെ ഈ നാട്ടിലെ മനുഷ്യരെ മുഴുവൻ ദുരിതങ്ങൾ വേട്ടയാടും. എന്റെ ആടുകളെയും കൊണ്ട് ഞാൻ മറ്റെവിടേക്കെങ്കിലും പോയാലോ? പുലിയുടെ ശല്യമില്ലാത്ത മറ്റൊരു നാട്ടിൽ. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. പുലിയെ തുരത്താനും ഇനി ഒരിക്കലും അത് ഇവിടേക്ക് വരാതിരിക്കാനുമുള്ള ജാഗ്രതയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? പറ്റണം. യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിന്നിട്ട് കാര്യമില്ല.
പുലിയെ പിടിക്കാൻ വനം വകുപ്പുകാർ വരുമെന്ന് പറഞ്ഞിട്ട് എവിടെ കാണുന്നില്ലല്ലോ. പുലിയെ പിടിക്കാനല്ല, പുലി ഇവിടെ വന്നിട്ടുണ്ടോന്ന് പരിശോധിക്കാൻ അവർ വരുന്നത്. എന്നാൽ അവര് ചിലപ്പോ മണത്ത് കണ്ടുപിടിക്കുമായിരിക്കും. അപ്പോ മനുഷ്യന്മാരല്ലേ വരുന്നത്? മനുഷ്യന്മാര് തന്നെയാ, വനം വകുപ്പ് ഉദ്യോഗസ്ഥര്. ഇവിടെയാണോ പുലിയുടെ സാന്നിധ്യമുള്ളത്? അതെ അതെ എന്റെ സാറേ, പുലിപ്പേടി കൊണ്ട് നാട്ടുകാർ മുഴുവൻ പൊറുതി മുട്ടിയിരിക്കുക. അല്ല സാറേ, ഇവിടെ പുലി ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞോ? അപ്പോ ഇവിടെ പുലി ഇല്ലേ എന്ന് ഞാൻ പറഞ്ഞോ? കാൽപ്പാടുകളുടെ വലുപ്പം, ആകൃതി ഇവയൊക്കെ പരിശോധിച്ചാലേ വല്ലതും പറയാൻ പറ്റൂ. കാഷ്ടം പരിശോധിക്കേണ്ടി വരും. എന്നാ പിന്നെ ഈ കാഷ്ടെല്ലാം എടുത്ത് നമുക്ക് ലേബിൽ കൊണ്ടുവന്ന് പരിശോധിപ്പിച്ചാലോ? സാറ് എന്താ വേണ്ടതെന്ന് വെച്ചാ ചെയ്യ്. തത്വത്തിൽ നോക്കുമ്പോൾ ഇവിടെ വന്നത് പുലിയാകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഉറപ്പിച്ച് പറയുന്നു? ഇവിടെ പുലി ഉണ്ടോ? പുലി വരും, വരാതിരിക്കും. അത് പുലിയുടെ ഇഷ്ടം. എന്താ സാറേ, ഇവിടെ പുലിയൊന്നുമില്ല. എന്തുകൊണ്ടില്ല? ഞങ്ങൾ കാട് പരിപാലകർ പുലി നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ ആവുന്നതും ശ്രമിക്കുന്നു. എന്നാലും ചില പുലികൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ബൈ ദ ബൈ, ആരാണ് ആദ്യം പുലിയെ കണ്ടത്? ഞാനാ ആദ്യം കണ്ടത്. ഞാനേ ആടിനെ മേച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ കുറ്റിക്കാട്ടില് പുലിയുടെ തല കണ്ടത്. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ പുലി ഒരാടിനെയും കടിച്ചു പോകുന്നത് ഞാനും കണ്ടു സാറേ. കൗസല്യേന്റെ മുറ്റത്തൂടെ പുലി നടന്നു പോകുന്നു, ഓളും കണ്ടിക്ക് സാറേ. അപ്പോ പുലി അവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. നുണ, ശുദ്ധമായ നുണ. ഇവരെല്ലാവരും ചേർന്ന് നുണ പറയുകയാണ്. പുലിപ്പറമ്പിലൂടെ രാത്രി സഞ്ചരിക്കുന്നവനാണ് ഞാൻ. എന്റെ കൺമുൻപിൽ ഇന്നേ വരെ ഒരു പുലിയും പെട്ടിട്ടില്ല. ഇനി കണ്ടില്ല എന്ന് വെച്ചിട്ട് ഇവരൊക്കെ കണ്ടതോ? പുലി ഉണ്ടാവും. അല്ല, ഉണ്ട്. അതിന്റെ ഗന്ധം എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ദേ കിളവ, പണ്ടത്തെ ചരിത്രമൊക്കെ വിളമ്പി നിങ്ങളാ ഈ നാട്ടിൽ പുലിപ്പേടി വരുത്തിയത്. സത്യം എന്താണെന്ന് ഞാൻ പറയിപ്പിക്കാം സാറേ. നടഞ്ഞ് ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ച് ആയുധം കൊണ്ട് കളി വേണ്ട. ഞാനും കൂടി സമാധാനം പറയേണ്ടി വരും. എന്റെ പണിയും പോവും. ഒന്ന് മാറി നിൽക്ക് സാറേ. എന്തു വേണമെന്ന് എനിക്കറിയാം. നീയല്ലടാ പറഞ്ഞത് നീ ഒരു സ്വപ്നം കണ്ടതാണെന്ന്. എന്നിട്ടിപ്പോ പറയടാ, നീ വീണ്ടും നുണ പറയുന്നതല്ലേ? കയ്യാങ്കളി വേണ്ട. കാര്യം ഞാൻ പറയാം. ഇവിടെ പുലിയേ വന്നിട്ടില്ല. അടയാളം കൊണ്ടും ഗന്ധം കൊണ്ടും ഇവിടെ വന്നത് പുലിയേ അല്ല. ഞാൻ അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതിക്കൊള്ളാം. എന്താ പോരെ? ഇവൻ തന്നെ പറയട്ടെ. പറയടാ, ഇല്ലെങ്കിൽ നിനക്ക് ഈ ദേശം തന്നെ വിട്ടുപോകേണ്ടി വരും. അതും വെറും കൈയോടെ. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് സാറേ സത്യം. ഇനി സാറ് ധൈര്യമായിട്ട് റിപ്പോർട്ട് എഴുതിക്കോ. ഓ, അങ്ങനെ ആവട്ടെ. മനുഷ്യന്റെ എല്ലാ സമാധാനവും പോയി. ഇപ്പൊ ഇതാ നമ്മൾ പ്രതീക്ഷിച്ച ആ ഉദ്യോഗസ്ഥനും നമ്മളെ കൈവെടിഞ്ഞു. ഒരു കുഴപ്പമില്ലാത്ത നാടായിരുന്നു. ഇപ്പോ ഒരു പുലി വന്ന് സ്വൈരം കെടുത്തി. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നാട്ടുകാര് സംഘടിച്ചാൽ പുലിയെ തുരത്താം. പണ്ടും അങ്ങനെയാ ചെയ്തിട്ടുള്ളത്. എങ്കിൽ അങ്ങനെ തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടണം. എന്നിട്ട് ഒന്നിച്ചു നിൽക്കണം.
ചിലപ്പോ പുലി ആക്രമിച്ചെന്നിരിക്കും. നമ്മളിൽ പലരും മരിച്ചു വീഴും. അപ്പോഴും കീഴടങ്ങരുത്. ഒരു നാടിനു വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. ഞാനൊന്ന് കാണട്ടെ പുലിന്റെ മുഖം. എടാ ശിവരാജ, അപ്പൊ നീ? അതെ, ഞാൻ തന്നെ. അപ്പോ പുലി നമുക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഉണ്ടായിരുന്നു. പുലി ഒരിടത്തു നിന്നും വന്നതല്ല. എന്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിൽ തരം കിട്ടിയാൽ മറ്റുള്ളവർക്ക് നേരെ ചാടി വീഴാൻ കാത്തിരിക്കുന്ന ഒരു പുലിയുണ്ട്. നോക്ക്, ഓരോരുത്തരും അവരവരുടെ ഉള്ളിലേക്ക് നോക്ക്. ഇനി പറ, പുറമെ മനുഷ്യരായിരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രൂപമേതാണ്? ഏതു നിമിഷവും ഇരകൾക്കുമേൽ ചാടി വീഴാൻ തക്കം പാത്തിരിക്കുന്ന ഒരു പുലിഭാവം. ഇല്ല ഇല്ല, എനിക്കൊന്നും തോന്നുന്നില്ല. ഞാൻ മനുഷ്യനാണ്. അകവും പുറവും ഒരേ ഭാവമുള്ള മനുഷ്യൻ. നീ ഇരയാണ്. പുലികൾ പരസ്പരം കരുത്തു തെളിയിക്കുന്നതിന് മുമ്പ് ആദ്യം ഇല്ലാതാക്കുക നിന്നെയാണ്. സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞുപോയിരിക്കുന്നു. എല്ലാ വെളിച്ചവും അണഞ്ഞുപോയിരിക്കുന്നു. വേട്ടയാടപ്പെടുന്ന മനുഷ്യരുടെ വിലാപമാണ് ലോകത്തെല്ലായിടത്തും. സ്വന്തം മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടുന്നവർ, രാജ്യം തന്നെ ഇല്ലാതായി പോകുന്നവർ, ആരുമറിയാതെ ഒരടയാളവും ബാക്കി വെക്കപ്പെടാതെ മാഞ്ഞു പോകുന്നവർ. ഒരു നാൾ എല്ലാ വിലാപങ്ങൾക്കുമപ്പുറം അടിച്ചമർത്തപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കും. നിലയ്ക്കാത്ത പോരാട്ടത്തിനൊടുവിൽ അതിർത്തികൾ മാഞ്ഞ് ഇല്ലാതാവും. ലോകം ഒരു കവിത പോലെ മനോഹരമാകും.